എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷീബ. ഞാൻ റീസെൻ്റായിട്ട് ന്യൂസിലാൻഡ് ഓസ്കി പാസ്സായ ആളാണ്. ആദ്യമേ തന്നെ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം എൻ്റെ ഒരു കഴിവ് കൊണ്ടും അല്ല ഇത് പാസ്സായത്. പിന്നെ അതിനോടൊപ്പം തന്നെ നന്ദി പറയേണ്ട ആൾക്കാരാണ്. ഇപ്പം ദൈവത്തിൻ്റെ സ്ഥാനത്താണ് എനിക്ക് അവർ നിൽക്കുന്നത്. ദൈവം ഭൂമിയിലേക്ക് ആൾക്കാരെ അയച്ചിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നതെന്നല്ലേ പറയുന്നത്. അപ്പം അതുപോലെയുള്ള ഒരു ടീമിനെ അയച്ചേക്കുമെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അതാണ് ആക്സോൺ ടീം, ആക്സോൺ കരിയേഴ്സ് ന്യൂസിലാൻഡ്. ഞാനിങ്ങനെ ഈ കാര്യത്തെ ഓർത്ത് ഒത്തിരി വിഷമിച്ച് എവിടെ പഠിക്കും, ഇതെങ്ങനെ ഒന്ന് ഓക്കെ ആകും എന്നൊക്കെ ഓർത്തിരുന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് നമുക്ക് ആക്സോണിൽ ജോയിൻ ചെയ്യാം. കാരണം ഞാൻ IQN വേറൊരു സ്ഥാപനത്തിലാണ് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് നമുക്ക് ആക്സോണിൽ ചെയ്യാം, അത് ബെസ്റ്റാണ്, ദ ബെസ്റ്റാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞങ്ങൾ ആക്സോണിൽ ചെയ്യാൻ വേണ്ടി ചെയ്തു. അങ്ങനെ ജോയിൻ ചെയ്തു. പക്ഷെ ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് ഒരു ദൈവാനുഗ്രഹമുള്ളൊരു സ്ഥലമാണ്. അത് ആദ്യമേ പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു സമയം പോകുന്നെന്നോ അല്ലെ ടയേർഡായെന്നോ ഒന്നുമില്ല. നമ്മളുടെ കാര്യം നമുക്ക് എന്താണോ വേണ്ടത്, നമ്മൾക്ക് ഓരോ സ്റ്റേഷനും പഠിച്ച് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ അൾട്ടിമേറ്റ് എയിം. എല്ലാവരും ആരും തന്നെയും അയ്യോ സമയം പോയി, ഞാൻ ടയേർഡായി, ഒന്നുമില്ല. നമ്മളുടെ ഈ കാര്യമാണ് അവരുടെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് അവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ സ്റ്റേഷനും കൂടെ ഒറ്റയടിക്ക് നമ്മളെ പുഷ് ചെയ്ത് പഠിപ്പിക്കുന്നില്ല. ഒരു ദിവസം കുറച്ച് സ്റ്റേഷൻ, 2 സ്റ്റേഷൻ അല്ലെ 3 സ്റ്റേഷൻ ഗ്രൂപ്പായിട്ട് കാണിച്ചു തരും. അത് കഴിഞ്ഞ് ഓരോ ഗ്രൂപ്പിനെയും, ഞങ്ങളുടെ ഒരു വലിയ ഗ്രൂപ്പായിരുന്നു സ്റ്റിൽ, എന്നിട്ടും ഞങ്ങൾക്ക് എല്ലാവരെയും ഞങ്ങളെ ചെറിയ ചെറിയ ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പിനും പ്രത്യേകം അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, അതൊന്നും ഒരു സ്ഥലത്തും എനിക്ക് ചെയ്യുമെന്നോ എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഇമ്പോസിബിളാണ് ആൾക്കാർക്ക് ചെയ്യാൻ എന്നാണ് തോന്നുന്നത്. കാരണം ഇന്നിപ്പം ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ചെയ്യാമല്ലോ എന്ന് ഓർക്കും ആൾക്കാർ. പക്ഷെ അങ്ങനെയല്ല, ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്തിട്ടേ വിടത്തുള്ളൂ. എത്ര സമയം പോയെങ്കിലും, എത്ര അവർ ടയേർഡായെങ്കിലും. കാരണം ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരാളാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇവർ ഈ ആൾക്കാരോട് ഇത് സെയിം റിപ്പീറ്റ് ചെയ്താണ് വരുന്നത്. പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ, അതിൻ്റെ ഒരു ഇതും നോക്കാതെയാണ് അവരത് ചെയ്യുന്നത്. അവരുടെ ഫുൾ എഫേർട്ട് അവരുടെ ആ ഫുൾ ഡെഡിക്കേഷൻ അതിൽ കാണാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതാ എൻ്റെ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നുകൊണ്ട് പറയുമല്ല, അല്ലാതെ എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പാസ്സാവണം, നല്ല രീതിയിൽ അവിടെ പോയി പെർഫോം ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ണു അടച്ച് ആക്സോണിൽ ജോയിൻ ചെയ്യാം. കാരണം അതുപോലെയാണ്, ഞാൻ ഒരിക്കലും ഓർത്താൽ എനിക്കിതിൽ പാസ്സാകാൻ പറ്റുമെന്നുള്ളത്. കാരണം എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. നല്ല ട്രെയിനിങ് ആണ്, ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ ഓരോ ഗ്രൂപ്പിനെയും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒരു വലിയ ഗ്രൂപ്പായിരുന്നു. എന്നിട്ട് പോലും ആ വലിയ ഗ്രൂപ്പിനെ ചെറിയ ഒരു 4 പേരടങ്ങുന്ന ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ആ സ്റ്റേഷൻ പെർഫോം ചെയ്ത് ട്യൂട്ടേഴ്സിനെ കാണിച്ച് അവരുടെ കയ്യിൽ നിന്ന് കറക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ടാണ് ബാക്കി സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ അടുത്ത ആളെ ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നുള്ളൂ, അടുത്ത ആൾക്ക് ചാൻസ് കിട്ടുന്നുള്ളൂ. അപ്പം നമുക്ക് അവിടെ തന്നെ കറക്ഷൻ കിട്ടുകയാണ്. ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 2 വീക്ക് ക്ലാസ്സാണ് എടുത്തത്. എനിക്കത് ഒത്തിരി ബെനിഫിറ്റായിരുന്നു. ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അത് കഴിഞ്ഞ് ആ ഫസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ തന്നെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. മോക്ക് ടെസ്റ്റിലാണെങ്കിൽ സെയിം നമ്മൾ എക്സാമിന് എങ്ങനെയാണോ ചെയ്യുന്നത്, എനിക്ക് തോന്നുന്നു എക്സാമിനേലും കൂടുതൽ ഇതുണ്ടായിരുന്നു തോന്നുന്നു മോക്ക് ടെസ്റ്റിന്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് മോക്ക് ടെസ്റ്റിലാണെങ്കിലും നമുക്ക് കറക്ഷൻസ് തരും. കറക്റ്റ് ആ ടൈമിങ് വെച്ചാണ് ചെയ്യുന്നത്. ബട്ട് കറക്ഷൻസ് അത് കഴിയുമ്പോൾ കറക്ഷൻസ് തന്നിട്ടാണ് പിന്നെ വിടുന്നത്. ആ കറക്ഷൻസിൽ നമുക്ക് ആ കറക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഒരിക്കലും നമ്മൾ ആ തെറ്റ് പിന്നെ പോയി എക്സാമിനല്ല അടുത്ത ടെസ്റ്റിനായിട്ട് ചെയ്യത്തില്ല. അത് ഉറപ്പായിട്ടും 100% ഗ്യാരണ്ടി അതിന്. കാരണം നമുക്ക് ഓൾറെഡി അത് കറക്ഷൻ കിട്ടിയ കാര്യം, അത് പിന്നെ നമ്മൾ പോയി റിപ്പീറ്റ് ചെയ്യത്തില്ല. പിന്നെ എല്ലാ ക്ലാസ് ആണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾക്കിത് മനസ്സിലാക്കി നമ്മളുടേതായ രീതിയിൽ അവിടെ പെർഫോം ചെയ്യണം. അതിനെ നമ്മളെ സഹായിക്കും എല്ലാവരും ചെയ്യുന്നത്. അതിന് ആക്സോൺ ടീമിനോട് ഒത്തിരി നന്ദി പറയുന്നു. എല്ലാ ട്യൂട്ടേഴ്സിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്.
ട്യൂട്ടേഴ്സ് എല്ലാവരും, എല്ലാ ട്യൂട്ടേഴ്സ് തന്നെയല്ല, എല്ലാ ഈച്ച് ആൻഡ് എവരി വൺ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത, ഞങ്ങൾ ആ ഓക്ലൻഡിൽ വന്ന് ഇറങ്ങിയപ്പം തൊട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തവർ, അതിന് മുമ്പ് തന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഫോണിലൂടെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തവരെല്ലാവരെയും നന്ദി പറയുന്നു. എല്ലാവർക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഉള്ളത്. എനിക്ക് തോന്നുന്നത് ദൈവം നമുക്കായിട്ട് അനുഗ്രഹിച്ച് അവിടെ തുടങ്ങിയതായിരിക്കും. കാരണം ഇതൊക്കെ വളരെ എക്സ്പെൻസീവുമായിട്ടുള്ളൊരു കാര്യങ്ങളാണല്ലോ. അപ്പം ദൈവത്തിന് മനസ്സിലായി കാണും, ഒരു എളുപ്പ വഴിയിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരു സ്ഥാപനത്തിന് അവിടെ തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അത്രയും ഒരു സിമ്പിളായിട്ടാണ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരുന്നതും നമ്മുടെ കറക്ഷൻസ് തരുന്നതും എല്ലാം. അപ്പം ആർക്കെങ്കിലും ന്യൂസിലാൻഡ് ഓസ്കി ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ണു അടച്ച് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ, എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. പിന്നെ എല്ലാം തന്നെ നല്ലതായിരുന്നു. അക്കോമഡേഷൻ, ഫുഡ് എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ചു പോരുന്നോടം വരെ നമ്മുടെ സപ്പോർട്ടായിട്ട് അവരുണ്ട്. ഈവൻ എപ്പം വണ്ടിക്ക് നമ്മൾക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ എല്ലാവരും വരണമെന്ന് നോക്കിയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അടുത്ത ക്യാബ് ബുക്ക് ചെയ്ത് തരും. അതൊക്കെ വളരെ നമ്മളെ ഒട്ടും രീതിയിലും നമ്മളെ ഒരു ഡിസ്റ്റർബൻസോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ടെൻഷനായിട്ട് ഇരിക്കുക എന്നുള്ളത് നമ്മളേലും കൂടുതൽ അവർക്കറിയാം. കാരണം എക്സാമിൻ്റെ ആ ടെൻഷൻ എല്ലാവർക്കും കാണുമല്ലോ അതുപോലെ. പക്ഷേ അവരതിനെ എല്ലാം നല്ല സിമ്പിളായിട്ട് നല്ലതായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ പാട്ടൊക്കെ വെച്ച് എല്ലാം നല്ല റിലാക്സ് ചെയ്ത് നല്ല സൂപ്പറായിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല അവർക്ക്. കാരണം ഈ ന്യൂസിലാൻഡ് ഓസ്കി കുറച്ച് ബുദ്ധിമുട്ടാണ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷേ നല്ല ഗൈഡൻസും നല്ല പ്രാക്ടീസും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും തന്നെ പാസ്സാകാൻ പറ്റും. അതിന് ആക്സോണിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ടും അത് സിമ്പിളാക്കി തരും. അവരത് നമ്മൾക്ക് ക്രാക്ക് ചെയ്യുന്നോടം വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ എന്തുമാത്രം മോക്ക് ടെസ്റ്റിലാണെങ്കിൽ കൂടെയും മോക്ക് ടെസ്റ്റ് കറക്റ്റ് എക്സാമിൻ്റെ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ അല്ലെങ്കിൽ തന്നെ അല്ലാത്ത സെക്ഷൻ ക്ലാസ്സുകളാണെങ്കിലും നമ്മൾക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാവോ, പക്ഷേ റിയൽ എക്സാമിന് ഇത്രയും ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് എവിടെ നിന്നെങ്കിലും ക്വസ്റ്റ്യൻ വന്നാൽ അതിനെ നമ്മൾ ആൻസർ ചെയ്യാൻ പാകത്തിനാണ് നമ്മളെ ഒരുക്കുന്നത്. അതെനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. കാരണം എക്സാമിന് അത്രയും ക്വസ്റ്റ്യൻസ് നമ്മളോട് ഓരോ സ്റ്റേഷനിലും ചോദിക്കുന്നില്ലെങ്കിലും, സ്പെഷ്യലി കമ്മ്യൂണിക്കേഷൻ സ്റ്റേഷനിൽ ചോദിക്കുന്നില്ലെങ്കിലും, നമുക്ക് ക്ലാസ്സിൽ നമ്മൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മളെ പ്രിപ്പയർ ചെയ്യുക. ഇൻ കേസ് നമുക്ക് പറയാൻ പറ്റത്തില്ല എക്സാമിന് മാറ്റുമോ എന്താണെന്നുള്ളത്. പക്ഷേ ആ ഒരു രീതിയിലാണ് ഇത് പോകുന്നത് ക്ലാസ്. ഇപ്പോഴത് മനസ്സിലാവുന്നത്. കാരണം കൂടുതൽ നമ്മളെ പ്രിപ്പയർ ചെയ്യും. ഏത് വഴിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും തിരിച്ച് നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ ഇപ്പോഴാണ് അതെനിക്ക് മനസ്സിലായത് കേട്ടോ. കാരണം അങ്ങനെയാണ് ആ ക്ലാസ് പോകുന്നത്. വളരെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് പഠിപ്പിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമ്മളെ ഒരു ഹറിബറിയും ചെയ്യിക്കത്തില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നത്, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ്. നമുക്ക് നല്ലതായിട്ടൊരു ക്ലാസ് അറ്റൻഡ് ചെയ്തത് ഇത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ആഗ്രഹമുള്ളവർക്ക് വളരെ ദ ബെസ്റ്റ് ചോയ്സാണ് ആക്സോൺ. വൺസ് അഗൈൻ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. നന്ദി പറയാനുള്ള അർഹത എനിക്ക് ഉണ്ടോയെന്ന് അറിയത്തില്ല. എല്ലാവർക്കും നന്ദി, അതേ പറയാനുള്ളൂ. കാരണം എനിക്ക് അത്രയും ടെൻഷനായിരുന്നു ഞാൻ അവിടെ വന്നപ്പം. ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് എല്ലാ ബ്രദർമാർക്കും എല്ലാ ട്യൂട്ടേഴ്സിനും എല്ലാവർക്കും നന്ദി.